ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. തുടക്കക്കാരായതുകൊണ്ട് വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. എല്ലാവരും ക്ഷമിക്കണേ. ഇന്നത്തെ ഇത് ഒരു സിമ്പിൾ ചിക്കൻ ചില്ലി റെസിപ്പിയാണ്. 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കുക. അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. അതിനുശേഷം പെരുംജീരകപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം കോൺഫ്ലവർ പൊടിയാണ് ചേർക്കേണ്ടത്. ഞങ്ങളിവിടെ 4 സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കോൺഫ്ലവർ പൊടി ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 1/2 മുറി കുരു കളഞ്ഞ നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കേണ്ടത്. അത് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിനുശേഷം നമ്മൾ അത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ നന്നായി മിക്സ് ചെയ്യണം. കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യേണ്ടതാണ്. എന്നിട്ടാണ് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ള പരിപാടികൾ നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് അതൊഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവാൻ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നന്നായി എണ്ണ ചൂടായി എന്ന് കണ്ടാൽ അതിലോട്ട് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് വയ്ക്കണം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എണ്ണ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇടാം. എന്നിട്ട് നമ്മൾ നന്നായി ചിക്കൻ ഫ്രൈ ആവുന്നത് വരെ അടുപ്പത്ത് വയ്ക്കുക. നന്നായി ഫ്രൈ ആയാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞ ചിക്കൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടണം. അതിനുശേഷം നമുക്ക് അത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കണം. ചിക്കൻ എടുത്ത് മാറ്റിയതിന് ശേഷം പുതിയ എണ്ണയൊഴിച്ച് അതിലോട്ട് ക്യാപ്സിക്കവും സവാളയും ഇടുക. അതിനുശേഷം കുറച്ച് ഉപ്പും അതിലോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്
ഇത് നന്നായി വഴറ്റിയതിന് ശേഷം വലിയൊരു പാത്രം എടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാൻ സുഖത്തിനാണ് വലിയൊരു പാത്രം. അതിലോട്ട് ഈ ക്യാപ്സിക്കവും സവാളയും വഴറ്റിയത് ചേർക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർക്കുക. സ്റ്റൗ ഓഫാക്കരുത്, സ്റ്റൗ കത്തിക്കണം. ഇതിലോട്ട് നമ്മളുടെ ഫ്രൈ ചെയ്ത ചിക്കൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അത് ആവശ്യത്തിന് ചേർക്കുക. ആദ്യം നമ്മൾ ഈ ക്യാപ്സിക്കവും സവാളയും ഈ ചിക്കനുമായിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. എല്ലാ ചിക്കനിലും അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വെളുത്ത എള്ള് ചേർക്കുക. അതിനുശേഷം നമ്മൾക്ക് ഈ ഡിഷ് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ബൈ ഫ്രണ്ട്സ്.